4 പുസ്തക പ്രകാശനം ആരംഭിക്കുകയാണ്. K0 പബ്ലിക്കേഷൻസിൻ്റെ വെൻ സോൾ സ്പീക്സ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് രചിച്ചത് തീഷ്ണ സാഹിതി. വേദിയിലേക്ക് വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റാണ് ഒരു പുസ്തക പ്രകാശനം എന്ന് പറയുന്നത്. അത് രാവിലെ തന്നെ ആയതുകൊണ്ടുള്ള ഒരു എന്താ പറയുക, പ്രേക്ഷകരുടെ ഒരു ധാരാളിത്തമൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടുമുണ്ട്. എങ്കിലും വേദിയിൽ വളരെ മഹനീയരായിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ, ഒപ്പം പ്രിയപ്പെട്ട തീക്ഷ്ണയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മുടെയൊക്കെ ചാക്കോ മാഷന്മാർ മാത്രം കണക്ക് പഠിപ്പിച്ചിരുന്നൊരു കാലത്ത് കണക്ക് എന്ന് പറയുന്നത് അത്ര കഠിനമല്ല, പഞ്ചാമൃതം പോലെ മധുരമുള്ളതാണ് എന്ന് പഠിപ്പിച്ച ഏറെ പ്രിയപ്പെട്ട ശ്രീധരൻ മാഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാഷിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വാൻഗോഗിൻ്റെ ചിത്രങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ പ്രണയത്തെപ്പറ്റിയും ഒക്കെ ധാരാളമായി സംസാരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ മുമ്പിലേക്ക് വാൻഗോഗിൻ്റെ കാമുകിയെപ്പറ്റി എഴുതി തന്ന, നമുക്ക് കഥ പറഞ്ഞു തന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ സബ് എബ്രഹാം നമ്മോടുകൂടിയുണ്ട്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ ഒരു 15 വയസ്സുകാരിയുടെ തൻ്റെ ഇന്നോളമുള്ള ജീവിതവും വായിച്ച പുസ്തകങ്ങളുടെ അറിവുകളും കൂട്ടുകാരിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെയാണ്. ഒരു 15 വയസ്സുകാരിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ചോദ്യമാണ് വെൻ സോൾ സ്പീക്സ് എന്ന പുസ്തകം നമ്മോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം തീക്ഷ്ണയുടെ അമ്മ തന്നെ ചോദിക്കേണ്ട, ഈ 15 വയസ്സിൽ ഞാനൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട്. നമ്മളൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മളൊക്കെ ഈ പ്രായത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു അല്ലെ? സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ മാത്രം പഠിച്ച് പരീക്ഷകൾ മാത്രം അറ്റൻഡ് ചെയ്ത് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിൽ നിന്ന് മാറി ഇപ്പോഴത്തെ കുട്ടികൾ മനോഹരമായിട്ട് അവരുടെ ഓർമ്മകളും അവരുടെ ചിന്തകളുമൊക്കെ കഥകളും കവിതകളുമൊക്കെ ആയിട്ട് നമ്മോട് പറയുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. ഈ കവിതകൾ വായിക്കുന്ന സമയത്ത് ഒരു 10ാം ക്ലാസ്സുകാരിയുടെ കുത്തിക്കുറിക്കലുകളായിട്ട് വായിച്ചു പോകേണ്ട ഒന്നല്ല എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. പല കവിതകളും ഒരുപാട് ഫിലോസഫിക്കലാണ്. ഇതിൽ ആളുടെ കുട്ടിക്കാലമുണ്ട്, ഓർമ്മകളുണ്ട്, സ്നേഹത്തെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങളിലൂടെ മനോഹരമായിട്ട് കടന്നു പോകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കവിതകളാണ് വെൻ സോൾ സ്പീക്സ് എന്ന കവിതയിലൂടെ നമ്മളോട് സല്ലപിക്കുന്നത്. ഏകദേശം 95 കവിതകളാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. പൊതുവെ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ ആളുകൾക്ക് ഒരു മടിയാണ്. കാരണം വായനക്കാരെ ലഭിക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അഭിനന്ദിക്കേണ്ടത് K0 പബ്ലിക്കേഷൻസിനെയാണ്. കാരണം ഒരു കുട്ടിയുടെ പുസ്തകം, ആളെഴുതിയിട്ടുള്ള വരികൾ കൂടുതൽ വായനക്കാരിലേക്ക് എത്തണം. തൻ്റെ ചുറ്റുപാടുമുള്ള കുറച്ച് മനുഷ്യരിൽ, അധ്യാപകരിലേക്കോ മാതാപിതാക്കളിലേക്കോ കൂട്ടുകാരിലേക്കോ മാത്രമല്ല, ഒരുപാട് വായനക്കാരിലേക്ക് എത്തണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള K0 പബ്ലിക്കേഷന് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഇതിലെ കവിതകളൊക്കെയും അതിനകത്ത് ഈ പറഞ്ഞതുപോലെ സൗഹൃദവും പ്രണയവും വാത്സല്യവും സ്നേഹവും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള വരികളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലർബിൽ തന്നെ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമുണ്ട്. തീക്ഷ്ണ എഴുതിയിട്ടുള്ള ഒരു വരി ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് ഈ പ്രായത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത് എന്നുള്ള കാര്യം. അത് ഈ പറഞ്ഞതുപോലെ കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് അല്ലെ? ക്ലാസ് മുറികളിൽ മാത്രം ഒതുക്കപ്പെടേണ്ടതല്ല എന്നുള്ള തോന്നലുകളിലൊക്കെ തന്നെയാണ്. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങാതെ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള എഴുത്തുകളിലേക്കും വായനകളിലേക്കും കടന്നു ചെല്ലാനുള്ള പ്രചോദനമാണ്.
ഒരു 15 വയസ്സുകാരി എഴുതിയ വരികളാണ്. നിനക്ക് മാത്രം വിളിക്കാൻ പറ്റുന്ന എൻ്റെ പേരുകൾ, നിനക്ക് മാത്രം വിളിക്കാൻ പറ്റുന്ന എൻ്റെ പേരുകൾ. ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇഴകീറി പരിശോധിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു വാചകമാണ്. അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് വാചകങ്ങൾ, ഒരുപാട് വരികൾ, ഒരുപാട് വാക്കുകൾ ഈ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമുക്ക് ഏറെ പ്രിയപ്പെട്ടിട്ടുള്ള ശ്രീധരൻ മാഷാണ്. ശ്രീധരൻ മാഷെ പറ്റി ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു കണക്കൊക്കെ നമുക്ക് ഒരു തരത്തിലും അല്ലെ എങ്ങനെയും കൂട്ടലുകളും കുറക്കലുകളും ഗുണിക്കലുകളും ശരിയാവാതിരുന്നൊരു കാലത്താണ് മാഷ് പറയുന്നത് കണക്ക് അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല, ഒരിത്തിരി മധുരമുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ടല്ലേ, പൂജ്യത്തിൻ്റെ കഥകളും പഞ്ചാമൃതം പോലെ മധുരമാണ് ഗണിതം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ശ്രീധരൻ മാഷ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അതിനിത്തിരി മധുരം കൂടും. കാരണം കുട്ടികൾക്ക് വേണ്ടി ഇത്രയേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, ഇപ്പോഴും കുട്ടികളുടെ പുസ്തകങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തി ഈ പുസ്തകത്തെ നമുക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ അതേറെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ പ്രിയപ്പെട്ട സാബു എബ്രഹാം, ഞാൻ പറഞ്ഞു, അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഈ അടുത്ത് വനിതയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് വായിക്കാനിടയായി, റൈറ്റേഴ്സ് ബ്ലോക്കിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ചു, റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അത് ഇത്ര വലിയ കാര്യമാണോ അല്ലേ, നമ്മൾ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നിടത്ത് അതിത്തിരി കഠിനമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കാലത്തോളം എഴുതാതിരുന്നൊരു മനുഷ്യൻ പിന്നീട് നമുക്ക് മുമ്പിലേക്ക് തന്ന പുസ്തകങ്ങളൊക്കെയും ഏറെ മനോഹരമുള്ളതാണ്. വാൻഗോക്കിൻ്റെ കാമുകിയൊക്കെ ആയാലും ഇന്നും ഒരുപാട് ആളുകൾ ഏറെ ആസ്വദിച്ച് വായിക്കുന്നൊരു പുസ്തകമാണ്. വളരെ ആദർശികമായിട്ട് ഒരു സമയത്ത് എൻ്റെ കയ്യിലേക്ക് വന്നിട്ടുള്ളൊരു പുസ്തകമാണ് വാൻഗോക്കിൻ്റെ കാമുകി. ഇന്നാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റിയതിലും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലും ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ളൊരു നിബിഡമായിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നില്ല. ഏറെ സ്നേഹത്തോടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനും വേണ്ടി വിശിഷ്ടാതിഥികളെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരി കൃഷ്ണ, അതുപോലെ വേദിയിൽ സദസ്സിലുള്ള സുഹൃത്തുക്കളെ, കുറച്ച് ദിവസം മുമ്പ് ഒരു കുട്ടിയുടെ പുസ്തകം, അത് ഇംഗ്ലീഷ് പുസ്തകം പ്രകാശനം ചെയ്യാനുണ്ട്, സാറിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ പുസ്തകത്തിൻ്റെ കാര്യമായതുകൊണ്ടും ഒരു കുട്ടിയുടെ പുസ്തകമായതുകൊണ്ടും ഞാൻ വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇതൊരു കുട്ടിയുടെ പുസ്തകമായിട്ട് തോന്നാത്തത്. ഞാൻ സാധാരണ ബാലസാഹിത്യകൃതികളെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നതും കൂടുതൽ പരിചയപ്പെടുന്നതും ബന്ധപ്പെടുന്നതൊക്കെ ഒരു ബാലസാഹിത്യകൃതിയായിട്ടാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ കൃതി സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് പുസ്തകമായാലും അതൊരു ബാലസാഹിത്യകൃതിയാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, വളരെ, ഞാൻ വായിക്കാനൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ ഹെഡിങ് വായിക്കാൻ പറ്റിയുള്ളൂ, പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ മികച്ച ഒരു പുസ്തകമാണ് ഇവിടെ കാഴ്ചവെച്ച് കാണുന്നത്. വളരെ സന്തോഷം. ഇതിൻ്റെ എന്താണ്, പ്രസാധകൻ K0 ആണ്. ശരിക്ക് 0 അല്ല, ഇൻഫിനിറ്റാണ്. അത്രയും നല്ല ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ താല്പര്യം കാണിച്ചു. ഒരു കുട്ടിയുടെ പുസ്തകം, ഒരു ഇംഗ്ലീഷ് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ്, അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പ്രസാധകനെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, എൻ്റെ പ്രതിദേശം ആരുമില്ലേ? അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ തീഷ്ണയെ സംബന്ധിച്ചിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയാം. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ഒരു കുട്ടിയുടെ പുസ്തകമാണ്, ഒരു ബാലസാഹിത്യകൃതിയാണ്,
പ്രസിദ്ധീകരിക്കാം, പ്രകാശനം ചെയ്യാം എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷേ സമയം കിട്ടിയില്ലെങ്കിലും ഒന്ന് ഓടിച്ചു നോക്കി അതിൻ്റെ ഹെഡിങ് വായിച്ചപ്പോഴാണ് അതിൻ്റെ ഗരിമ, അതിൻ്റെ വലിപ്പം എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാനില്ല, വലിയ ഉയർന്ന ഉന്നതിയിലെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10ാം ക്ലാസ്സിലെ കുട്ടി പാഠഭാഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാത്രം പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിൽ ഇത്രയും വലിയ രീതിയിലുള്ള ചിന്തകൾ അത് പ്രകടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആശംസിക്കാനില്ല, ഒരു വലിയ ഉന്നത നിലയിലെത്തും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. ഏതായാലും ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കിട്ടിയതൊരു ഭാഗ്യമായി കരുതുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യത്തിനിടയാക്കിയ എല്ലാവരെയും നന്ദി പറയുന്നു. ഈ പുസ്തകം ഔപചാരികമായിട്ട് പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ജേക്കബ് എബ്രഹാമിനെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രിയപ്പെട്ട പള്ളിയറ ശ്രീധരൻ സാറ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണ്. ഒപ്പം ഡോക്ടർ ശ്യാം. അപ്പോൾ ഇന്നത്തെ താരവും നമ്മുടെ പ്രിയപ്പെട്ട കവിയുമായ ഉയർന്നു വരുന്ന യുവ കവി തീഷ്ണ, കൗമാരക്കാരിയായ തീഷ്ണ എഴുതിയ കവിതകളാണ് വെൻ സോൾ സ്പീക്സ് എന്നുള്ളത്. ഞാനിതിൻ്റെ ഈ ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് മാധവിക്കുട്ടിയുടെ കമലാദാസിൻ്റെ വെൻ സോൾ സ്പീക്സ് ഹൗ ടു സിങ് എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരമുണ്ട്. എനിക്കതാണ് ആദ്യം ഓർമ്മ വന്നത്. ഇതിൻ്റെ പേര് തന്നെ വളരെ മനോഹരമാണ്. ഇപ്പം നമുക്കറിയാം, പ്രണയ കവിതകൾ ലോകത്തിലെ 99% കവിതകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കവിത മാത്രമല്ല സാഹിത്യം പൊതുവെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രണയമാണ് ഒരു 75% ഓഫ് ലിറ്ററേച്ചറിൻ്റെയും കണ്ടൻറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ടോൾസ്റ്റോയുടെ അന്ന കരനീന മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രണയം തന്നെയാണ് ലോകത്തെ നിർണയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സാഹിത്യ വിഭവം. ആളുകൾക്ക് പ്രണയത്തിൻ്റെ വിവിധ ആവിഷ്കാരങ്ങൾ, അതിൻ്റെ സ്നേഹരാഹിത്യങ്ങൾ, സ്നേഹം, പ്രണയം, വിരഹം, പരിഭവങ്ങൾ, ഇതെല്ലാമാണ് മലയാള സാഹിത്യത്തിലായാലും ലോക സാഹിത്യത്തിലായാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എനിക്ക് ഇതിലെ കവിതകളിലൂടെ കടന്നുപോയപ്പോൾ വളരെ തീവ്രമായ അനുരാഗത്തിൻ്റെ, കാത്തിരിപ്പിൻ്റെ, വിഷമത്തിൻ്റെ, സ്നേഹത്തിൻ്റെയൊക്കെ വരികളാണ് തീഷ്ണ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, പാബ്ലോ പിക്കാസോ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിയെ പോലെ വരയ്ക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന്. അദ്ദേഹം വലിയ പ്രായമുള്ളവരെ പറ്റി പ്രായമുള്ളതായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു കുട്ടിയെ പോലെ വരയ്ക്കാനാണ് പ്രയാസമെന്ന് പിക്കാസോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാബ്ലോ നെരൂദയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് താൻ ആദ്യമായി കവിത എഴുതുമ്പോൾ നെരൂദ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിയെ പോലെ ചിന്തിക്കുകയും കുട്ടിയെ പോലെ എഴുതുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓരോ വർഷം നമ്മുടെ പ്രായം കടന്നു പോകുമ്പോഴും കൂടുതൽ കപടതയും കൂടുതലായിട്ടുള്ള നമ്മുടെ മറ്റ് മനുഷ്യർ നമ്മെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വരികയും നമ്മുടെ ഇന്നസെൻസ്, നമ്മുടെ ആ ജൈവികമായ ഇന്നസെൻസ് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം എനിക്ക് ഈ കവിതയുടെ തീഷ്ണ എന്ന പേര് പോലെ തന്നെ കവിതയുടെ തീഷ്ണതയാണ് എന്നെ ഏറെ ആകർഷിച്ചത്. 2 ദിവസം മുമ്പ് യുവകവി കൂടിയായ ആതിര, നമ്മുടെ തീഷ്ണയുടെ അമ്മയായ ആതിര എനിക്ക് അയച്ചു തന്നപ്പോൾ, ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ എൻ്റെ PDF എനിക്ക് അയച്ചു തരികയുണ്ടായി. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഇതിൻ്റെ ഈ തീഷ്ണത, ഈ പേര് പോലെ തന്നെ, കവിയത്രിയുടെ പേര് പോലെ തന്നെ ആ കവിതകളിലെ തീഷ്ണത എന്നെ സ്വാധീനിച്ചു. കാരണം സാഫോ എന്ന് പറഞ്ഞിട്ടൊരു വലിയ കവിയുണ്ട്. സാഫോയുടെ പല കവിതകളും ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഞാനൊരു കവിതകൾ വിവർത്തനം ചെയ്തൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സാഫോയുടെ കവിതയുണ്ട്. അപ്പം സാഫോ പറഞ്ഞത്, പ്രണയം എന്നെ ഒരു മരത്തെ കൊടുങ്കാറ്റുലയ്ക്കുന്ന പോലെ ഉലയ്ക്കുന്നു എന്ന് സാഫോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല വിശ്വകവികളും പ്രണയത്താൽ തങ്ങൾ കത്തിയെരിയുന്ന മരമാണെന്നും കൊടുങ്കാറ്റിൽപ്പെട്ട് എത്രയും പെട്ടെന്ന് മണ്ണിൽ നിന്ന് പറഞ്ഞു പോകുമെന്നൊക്കെ പ്രണയത്തെ അത്ര തീവ്രമായിട്ട് ലോക കവിതയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താ ആനന്ദമാണ് ഓമനെ എന്ന് നമ്മുടെ പ്രിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയിട്ടുണ്ട്. ഒപ്പം ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്, ഈ രാത്രി നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ദുഃഖഭരിതമായ വരികൾ എഴുതുന്നു എന്ന് പാബ്ലോ നെരൂദ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോകത്തിലെ പ്രണയ കവിതകൾ അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം എന്നെഴുതിയ ആരാണ്? എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർ കൂടിയായ മലയാള മിഷൻ്റെ ഡയറക്ടർ കൂടിയായ മുരുകൻ കാട്ടാക്കടയാണ്. അപ്പോൾ ഇങ്ങനെ പ്രണയം എന്നുള്ളത് ലോക
പല രാജ്യങ്ങളെ മനുഷ്യരെ എത്ര പ്രായമുണ്ടെങ്കിലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകം വായിച്ചു, ദ ബാഡ് ഗേൾ എന്നാണ് അതിൻ്റെ പേര്. മരിയ വർഗോസ് യോസയുടെ നോവലാണ്. യോസയുടെ ഈ നോവൽ അദ്ദേഹത്തിൻ്റെ പ്രണയ നോവലാണ്. തൻ്റെ പാരീസ് ജീവിതകാലത്തെ അനുഭവങ്ങളെ പശ്ചാത്തലമാക്കി എഴുതിയതാണ്. അത് അദ്ദേഹം എഴുതുന്നത് 70-ാമത്തെ വയസ്സിലാണ്. 70-ാമത്തെ വയസ്സിൽ യോസ പ്രണയ നോവലാണ് എഴുതുന്നത്. നമ്മുടെ എം മുകുന്ദൻ ഇപ്പോൾ അത് വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എം മുകുന്ദൻ്റെ നോവലിനെ പറ്റി. പക്ഷേ എനിക്ക് ആ നോവൽ ഏറെ ഇഷ്ടപ്പെടുകയും ഞാൻ നോവലിനെ പറ്റി എൻ്റെ കോളത്തിൽ, ഞാനിപ്പോൾ ഒരു പത്രത്തിലൊരു കോളം ചെയ്യുന്നുണ്ട് നോവലുകളെ പറ്റി, അതിൽ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും മുകുന്ദേട്ടനുമായിട്ടൊരു ഇൻ്റർവ്യൂ അത് കൊടുക്കുകയും ചെയ്തു. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട നോവലാണ്. കാരണം 80 വയസ്സ് കഴിഞ്ഞ മലയാളത്തിലെ ഒരു നോവലിസ്റ്റ്, പ്രബലനായ ഒരാൾ പ്രണയത്തെപ്പറ്റി ഏറ്റവും തീവ്രമായി എഴുതുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ് എനിക്ക് തോന്നിയത്. കാരണം അതുപോലെ തന്നെ ലോകത്തിലെ ഗബ്രിയൽ ഗാർസിയ മാർക്യൂസ്, അദ്ദേഹത്തിൻ്റെ സ്വാൻ സോങ് എന്ന് പറയാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അവസാന നോവൽ പ്രണയത്തെ പറ്റിയാണ്. ഓഗസ്റ്റിൽ കാണാം എന്നുള്ളതാണ് ആ നോവലിൻ്റെ പേര്. ഓഗസ്റ്റിൽ കാണാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ നോവലിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ പ്രണയത്തിന് പ്രായ വ്യത്യാസമില്ല. കൗമാരത്തിൽ എഴുതാം, യൗവനത്തിൽ എഴുതാം, വാർദ്ധക്യത്തിൽ എഴുതാം. വാർദ്ധക്യത്തിലെ പ്രണയത്തിന് തീവ്രത കൂടും. നമ്മുടെ ടി പത്മനാഭൻ കഥാകൃത്ത്, അദ്ദേഹവും ഈ അടുത്ത കാലത്ത് ധാരാളം പ്രണയ കഥകൾ എഴുതുന്നുണ്ട്. അപ്പം തീഷ്ണ എഴുതിയ ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ അനുഭവിപ്പിക്കും. കാരണം ജെൻസി തലമുറ, നമ്മൾ ഒരുപാട് പേര് കുറ്റമായിട്ട് പറയാറുണ്ട്, ജെൻസി തലമുറ കൂടുതലും മൊബൈലിലാണ്, അവർ സോഷ്യൽ മീഡിയയിൽ അഭിനയിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോഴും തീഷ്ണ ഇങ്ങനെ പ്രണയത്തെപ്പറ്റി ചിന്തിക്കുകയും അത് മനോഹരമായി. ഞാനിതിലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മളൊരു ഇംഗ്ലീഷ് കവിതാ പുസ്തകം വായിക്കുന്ന പോലെ തന്നെ, അതായത് ഒരു ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരാൾ, കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഇംഗ്ലീഷിൽ ജീവിക്കുന്ന ഒരാൾ എഴുതുന്ന പോലെ ഭാഷയുടെ തട്ടും തടവും ഒന്നും ഇതിനില്ല. അത് വളരെ മനോഹരമായ ലിറിക്കൽ കേഡൻസ് അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ടേസ്റ്റ് ഇതിനുണ്ടെന്നുള്ളതാണ്. ടേസ്റ്റ് ഓഫ് ദി ലാംഗ്വേജ്. ഇപ്പം നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ അതിനൊരു ചെറിയൊരു മലയാളത്തിൻ്റെ ഒരു സ്വഭാവം വരും. പക്ഷേ ഇതിനകത്തൊരു ഇംഗ്ലീഷിൻ്റെ സ്വഭാവമുണ്ട്. ഈ കവിത വേറൊരു പേരിൽ, വേറൊരു പേരിൽ ഏഞ്ചൽ മെർക്കൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയാലും നമ്മളിത് മനോഹരമായി വായിച്ചു പോകും. കാരണം തീഷ്ണയുടെ പേര് മാറ്റിയാലും നമ്മളിത് ഇംഗ്ലീഷ് കവിതയായിട്ട് വായിക്കാൻ പറ്റും. അങ്ങനെ ലാംഗ്വേജിലും തീഷ്ണ വളരെ മനോഹരമായ ഒരു ബ്രില്യൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. ഒപ്പം തീഷ്ണയ്ക്ക് ഈ പുസ്തകത്തിന് ധാരാളം വായന വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. പുസ്തകത്തെ പറ്റിയിട്ട് ഏറെ മനോഹരമായി നമ്മോട് പറഞ്ഞതുപോലെ വലിയ കെട്ട് കാഴ്ചകളൊന്നുമില്ലാത്ത പുസ്തകമാണ്. പറഞ്ഞതിനോട് അടിവരയിട്ട് പറയുകയാണ്. എന്താ പറയുക, സാഹിത്യത്തിൻ്റെ വലിയ വാക്കുകളോ കടുകട്ടിയായിട്ടുള്ള വാക്കുകളോ ഒന്നുമില്ല. ഏറ്റവും ലളിതമായി, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വായിച്ച് പോകാൻ പറ്റുന്ന പുസ്തകമാണ് എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട കേൾവിക്കാരോട് എനിക്ക് പറയാനുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ ഇതിലെ ഫോർ എക്സാമ്പിൾ ഒരൊറ്റ കവിതയിലെ ഒരു ചെറിയ ശകലം വായിച്ചാൽ തന്നെ മനസ്സിലാവും. You told me black was your favorite color. Then the next day I wore black. But you didn't notice me. You noticed her. You know I loved you. But still, you still want her. But you and her is perfect. You guys are made for each. I just want to see you happy. It's okay to choose her over me. I never looked good. ഈ കവിതയിൽ അർത്ഥങ്ങളുണ്ട് അല്ലെ, ഒരാളുടെ പരിഭവങ്ങളും അയാളുടെ സങ്കടങ്ങളുമൊക്കെ ഈ വരികൾക്കുള്ളിലുണ്ട്. പക്ഷേ അത് ഈ പറയുന്നത് പോലെ പൊതുവായി കാണുന്ന, പ്രിയപ്പെട്ട സാഹിത്യകാരൻ പറഞ്ഞതുപോലെ പൊതുവായി കാണുന്ന ഇംഗ്ലീഷ് സാഹിത്യങ്ങളിൽ കാണുന്ന പോലെയുള്ള കടുകട്ടിയായിട്ടുള്ള വാക്കുകളോ നമ്മൾ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചിന്തകളോ ഒന്നുമില്ല. ഏറ്റവും ലളിതമായിട്ട് തൻ്റെ ചിന്തകളെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അത്തരത്തിലാണ് ഇതിനകത്തുള്ള 95 കവിതകളും എന്നുള്ളതാണ് ഏറെ സന്തോഷം നൽകുന്ന കാര്യം. അപ്പോൾ ഇനി നമ്മോട് സംസാരിക്കേണ്ടത് ഈ 95 കവിതകളും പ്രിയപ്പെട്ട വായനക്കാരിലേക്ക് നമുക്ക് വേണ്ടി പകർന്നു തന്നിട്ടുള്ള തീക്ഷ്ണയാണ്. അപ്പോൾ എഴുതുന്നത് പോലെ ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ സംസാരിക്കില്ലേ, പറഞ്ഞു എഴുതുന്നത് പോലെ അത്ര അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സംസാരിക്കുക എന്നാ പറഞ്ഞത്. എഴുതുമ്പോൾ ആരും കാണൂലല്ലോ, സംസാരിക്കുമ്പോൾ ഒരുപാട് പേരുണ്ടാവില്ല എന്നാ ചോദിച്ചത്. അപ്പോൾ ഇത്രയും കവിതകൾ മനോഹരമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു 2 വരി നമ്മോട് സംസാരിക്കാൻ എന്തായാലും കാണും.
അപ്പോൾ ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട തീക്ഷ്ണയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏറെ സന്തോഷമുണ്ട്, അതിലുപരി എനിക്ക് നല്ല അഭിമാനമുണ്ട്. കാരണം പാലക്കാട് ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഈ ഒരു വേദി. ഇതിന് എനിക്ക് എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതേപോലെ ഈ ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്ത K0 പബ്ലിക്കേഷനും, അതേപോലെ ബുക്ക് പബ്ലിഷ് ചെയ്ത എല്ലാവർക്കും, ഇവിടെ വന്ന ഓരോരുത്തർക്കും, അതേപോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ ബുക്ക് എല്ലാവരും വായിക്കണം, എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം എനിക്ക് അറിയണമെന്നുണ്ട്. കാരണം ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചൊരു സംഭവമാണ് ബുക്ക് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. എല്ലാവരും വായിക്കണം, അത്ര എനിക്ക് പറയാനുള്ളൂ. നന്ദി. കുട്ടി പറഞ്ഞതുപോലെ തന്നെയാണ് പറയാനുള്ളത്. പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് കൂടെ വലിയൊരു രാഷ്ട്രീയമായിട്ട് കാണുന്നൊരു സമയമാണ്. അപ്പോൾ ഈ പുസ്തകം നമ്മൾ വായിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് എനിക്ക് ഏതൊരു പുസ്തകം വായിക്കുന്ന പോലെയും ഈ പുസ്തകം വായിക്കേണ്ടത് കൂടെ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പോൾ തീക്ഷ്ണ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ ഒരു 15 വയസ്സുകാരിക്ക് ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ എടുത്തു പറയേണ്ട 2 മനുഷ്യരുണ്ട്. അത് അവളുടെ എഴുത്തിലും അവളുടെ സ്വപ്നത്തിലും അവളുടെ കൈപിടിച്ച് നടത്തുന്ന അവളുടെ അമ്മയാണ്. യുവകവയിത്രി കൂടിയായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട ആതിര ഇവിടെയുണ്ട്. അപ്പോൾ ആതിരയോട് ഒരു പ്രത്യേക അഭിനന്ദനം നമ്മൾ എടുത്തു പറയണം. കാരണം തീക്ഷ്ണ ഒറ്റയ്ക്ക് വിചാരിച്ചത് കൊണ്ട് ഒരുപക്ഷെ എഴുതാൻ പറ്റും, പക്ഷേ ഈ കവിതകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ആതിരയുടെയും തീക്ഷ്ണയുടെ അച്ഛൻ്റെയും ഒക്കെ വലിയ പിന്തുണ ഉള്ളത് കൊണ്ടാണ്. പലപ്പോഴും ഒരുപാട് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മോട് സംവദിക്കാൻ പറ്റാത്തത് പലപ്പോഴും പിന്തുണയുടെ ധാരാളിത്തം കൊണ്ടൊക്കെ തന്നെയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് മകളുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു. അത് ഏറെ അഭിമാനത്തോടു കൂടെ വേദിയുടെ മുമ്പിലിരുന്ന് അവരാസ്വദിക്കുന്നു. അവളുടെ വാക്കുകൾ ഏറെ സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നു. അപ്പോൾ അവരും ഏറെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് എഴുതാൻ പറ്റട്ടെ. ഈ എഴുതിയ കവിതകളൊക്കെയും ഒരുപാട് വായനക്കാരിലെത്തട്ടെ. അപ്പോൾ ഞാൻ ആതിരേനെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തീക്ഷ്ണയുടെ അമ്മയാണ്, യുവകവയിത്രിയാണ്. അപ്പോൾ ആതിരയുടെ വാക്കുകൾ കൂടെ നമുക്ക് കേൾക്കാം. വളരെയേറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്നു എന്ന് എൻ്റെ മോള് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചത് ഞാനായിരിക്കും ഒരുപക്ഷെ. ഞാൻ കുറച്ച് നേരത്തെ ഒരു FB-ൽ ഇപ്പോൾ ഇവർ പറയുന്ന പോലെ ഞാനും 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. നമുക്കൊന്നും ഇതുപോലൊരു വേദിയിൽ നിന്ന് മറ്റുള്ളവരോട് ഒരു പരിചയമില്ലാത്ത കുറേ മനുഷ്യരുടെ വായനയെ ബുക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ മുന്നിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വന്ന് നിൽക്കാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ അച്ഛനും അമ്മമാരൊക്കെ പറയാറുണ്ട് അല്ലേ, എനിക്ക് കിട്ടാത്തതെല്ലാം എൻ്റെ മക്കളിലൂടെ എനിക്ക് നേടണമെന്ന്. അങ്ങനെ സ്വപ്നം കാണുന്ന ഒരു അമ്മയല്ല ഞാൻ. പക്ഷേ എങ്കിലും അവൾ എഴുതിയപ്പോൾ എനിക്കും ഒരാഗ്രഹം, ഒരു കുറച്ച് മനുഷ്യരുടെ മുമ്പിൽ പുസ്തകങ്ങളെ, വായനയെ, എഴുത്തിനെ, അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരുടെ മുന്നിൽ വെച്ചിട്ട് അതൊന്ന് പ്രകാശനം ചെയ്യണമെന്ന്. ആ ആഗ്രഹമാണ് ഇന്നിവിടെ സഫലീകരിച്ചിരിക്കുന്നത്. അതിന് വളരെ നന്ദിയുണ്ട്. ഞാൻ വിളിച്ച ഉടനെ വരാമെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ മാഷിനെ എനിക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിളിച്ചു, മാഷെ എൻ്റെ മോളുടെ പുസ്തകമാണ്, ഒന്ന് പബ്ലിഷ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞതും വേറെ ഒന്നും ചോദിച്ചില്ല, വേറെ ഒന്നും നോക്കിയില്ല. അപ്പം തന്നെ ഓടി വന്ന നമ്മുടെ പള്ളിയറ മാഷ്, ശ്രീധരൻ മാഷ്, വളരെ സന്തോഷമുണ്ട് മാഷ് വന്നതിൽ. അതേപോലെ തന്നെ ജേക്കബ് മാഷിനോട് ഞാൻ പറഞ്ഞു, മാഷെ ഇതുപോലെ എൻ്റെ മോളുടെ പുസ്തകം ഉണ്ട്, ഒന്ന് ഇറക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഓക്കെ, ഒന്നും പറഞ്ഞില്ല, PDF അയക്കൂ എന്ന് പറഞ്ഞു. PDF വായിച്ചു കഴിഞ്ഞിട്ട് മാഷ് പറയുമ്പോൾ ഓരോ അമ്മമാർക്കും അഭിമാനമാണ് നമ്മുടെ മക്കളെക്കുറിച്ച് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഞാനും എഴുതിയിട്ടുണ്ട്. നമ്മളും 7ാം ക്ലാസ് മുതലും 8ാം ക്ലാസ് മുതലും ഒക്കെ എഴുതി വെച്ച് ചിതലുകൾക്ക് തിന്നാൻ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ
നമ്മൾക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എഴുത്തുകൾ നമുക്ക് ഭാവിയിൽ കിട്ടാനുണ്ടാവും. പക്ഷേ എൻ്റെ മോള് എഴുതി തുടങ്ങുമ്പോൾ തന്നെ നീ 10ാം ക്ലാസ്സാണ്, ഇരുന്ന് പഠിച്ചോ, പഠിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു അമ്മയിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ മോളുടെ ആഗ്രഹം അതാണ്, നടക്കട്ടെ എന്നുള്ള പറയാനുള്ള ഒരു കരുത്ത് എനിക്ക് നൽകിയത് എൻ്റെ പങ്കാളി കൂടിയായിട്ടുള്ള ഹസ്ബൻഡ് ആണ് കൂടെ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ സാഹചര്യം ഒരുക്കി തന്ന K0 പബ്ലിക്കേഷൻസിന്, നിയമസഭാ പുസ്തകോത്സവത്തിൽ എല്ലാ ഭാരവാഹികൾക്കും, മാഷിനും ശ്യാമിനും ജേക്കബ് മാഷിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നിർത്തുന്നു. ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. പുസ്തകങ്ങൾ വായിക്കുക. തീക്ഷ്ണ ആവശ്യപ്പെട്ടതുപോലെ നമ്മുടെ അഭിപ്രായങ്ങൾ അവളെ അറിയിക്കുക. ഒരുപക്ഷെ നാളെ കൂടുതൽ എഴുതാനുള്ളൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമായി കാണുക. കൂടുതൽ എഴുതട്ടെ, നമുക്ക് വായിക്കാം, വായിച്ച് നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് അവസാനിച്ച് അറിയിക്കുന്നു. നന്ദി.